ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ US മധ്യസ്ഥത വഹിച്ചെന്ന വാദങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു മധ്യസ്ഥതയുമില്ല. പ്രധാനമന്ത്രിയും ട്രംപും തമ്മിൽ സംസാരിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കില്ല. പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ വിസ നിയന്ത്രണങ്ങൾ തുടരുമെന്നും ലോക്സഭയിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. India is exercising its right to defend itself against terrorism. There will be no mediation. Anything between us and Pakistan is bilateral. There was no call between the Prime Minister and President Trump from the 22nd of April when President Trump called up to convey his sympathy, and the 17th of June when he called up Prime Minister in Canada to explain why he could not meet. ധനസുബോധം ചേരുന്നു. ധനസുബോധം എന്തായിരുന്നു S. ജയശങ്കറിന്റെ മറുപടി? രാജ്നാഥ് സിംഗ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഒരു കാരണവശാലും മധ്യസ്ഥതയ്ക്ക് മറ്റു രാജ്യങ്ങൾ ഇടപെട്ടില്ല എന്നതാണ്. പക്ഷേ ഇപ്പോൾ വിദേശകാര്യ മന്ത്രിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി വ്യക്തതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അക്കമിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാദഗതികൾ നിരത്തിയിരിക്കുന്നത്. ജയശങ്കർ പറയുന്നത് ഒരു കാരണവശാലും മോദിയും ട്രംപും തമ്മിൽ സംസാരിച്ചിട്ടില്ല. നേരത്തെ വാൻസുമായിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒരു മധ്യസ്ഥ ശ്രമം ഉണ്ടായിട്ടില്ല. പുറമേന്ന് ഒരു മൂന്നാമതൊരു രാജ്യം ഇതിനകത്ത് ഇടപെട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമായി പറയുന്നത്. ഇതുകൂടാതെ അദ്ദേഹം ലോകരാജ്യങ്ങൾക്കിടയിൽ പഹൽഗാം ആക്രമണം ഭീകരാക്രമണമായി തന്നെ കണ്ട് അപലപിച്ചിരിക്കുകയാണ്. റഷ്യ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ അപലപിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രതിപക്ഷത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ UPA സർക്കാർ ഭരിച്ചിരുന്ന കാലത്തേക്കാൾ ഒരു 4 മടങ്ങാണ് ഇപ്പോൾ ബജറ്റ് അതിർത്തികൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു കോൺഗ്രസ് സർക്കാർ. അതിനുശേഷം ഒരു പ്രതികരണവും പാക് അതിർത്തി കടന്നുള്ള ആക്രമണമോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ചുട്ട മറുപടി നൽകാനോ ഒന്നും കോൺഗ്രസ് സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കൃത്യമായ മറുപടി കൊടുക്കുന്ന BJP സർക്കാരിനെ, മോദി സർക്കാരിനെ പരിഹസിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഈ സംസാരത്തിനിടയിൽ മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം, ശശി തരൂർ സംസാരിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനായി BJP MPമാർ തന്നെ കടന്നു വരുന്നു എന്നുള്ളതാണ് കാര്യം. ബൈജയന്ത് പാണ്ഡ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നതിൽ നിന്നും തരൂരിനെ തടയാൻ കഴിയില്ല. തരൂർ നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതിനകം തന്നെയുള്ള ചർച്ചകൾ ഇപ്പോൾ 5 മണിക്കൂർ ആയിരിക്കുകയാണ്. 16 മണിക്കൂറാണ് ചർച്ച നടത്തുന്നത്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ശരി സുമോദ്.